ഫവാസ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശരിക്കും മനുഷ്യൻ തന്നെയാണോ? അദ്ദേഹം ചെയ്തത് വലിയ തെറ്റായി പോയി എന്നാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു അഭിപ്രായം വരുന്നത്. ജനങ്ങളുടെ അല്ല, പൊതുവെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മികളുടെ ബുദ്ധിജീവികളുടെ അടിമക്കമ്മികളും അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. ഈ നമ്മുടെ കേരളം ഇത്രയും വലിയൊരു പ്രളയക്കെടുതിയിലൂടെ പോകുമ്പോൾ, ദുരിതത്തിലൂടെ പോകുമ്പോൾ അദ്ദേഹം പട്ടിണി കിടന്ന് ഉപവാസം എടുത്തില്ല. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ മഹാപാതകം എന്ന് പറയുന്നത്. പിണറായി വിജയൻ നേരത്തെ നോക്കൂ, അദ്ദേഹം പട്ടിണിയായിരുന്നു. പ്രളയം വന്ന സമയത്ത് അദ്ദേഹം പച്ച വെള്ളം കുടിച്ചിട്ടില്ല. ന്യൂയോർക്കിൽ പോയി പട്ടിണി കിടന്നു. അത് എനിക്ക് ഇവിടെ നിന്ന് എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല, എനിക്ക് ത്രാണി ഇല്ലാത്തതുകൊണ്ട് ആ മനുഷ്യൻ ഇവിടെ നിന്ന് നേരെ ന്യൂയോർക്കിലേക്ക് പോയി. അവിടെ പോയിട്ടാണ് അങ്ങനെ പട്ടിണി കിടന്നത്. ഉപവാസമായിരുന്നു. ന്യൂയോർക്കിൽ ഏതെങ്കിലും ഒരു വലിയ മറ്റേ ചിന്തകന്മാരുടെ ആരുടെയെങ്കിലും, ഇനി മാർക്സിൽ എന്നൊക്കെ അവിടെ എവിടെയെങ്കിലും സ്മാരകം പണിത് വെച്ചിട്ടുണ്ടോ എന്നറിയില്ല, അവിടെ പോയിട്ട് ഉപവാസം ഇരിക്കുകയായിരുന്നു, വ്രതത്തിലായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും അദ്ദേഹം ഉപവാസം എടുത്തു. വി.ഡി. സതീശൻ അത് ചെയ്തില്ല. വി.ഡി. സതീശൻ പൊന്നാനിയിൽ പോയിട്ട് അത് വൈകുന്നേരം 3 മണിയായപ്പോൾ അത് ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ഉച്ചഭക്ഷണം 3 മണിക്ക് കഴിക്കാൻ പാടില്ല, അത് വേറെ കാര്യം. 3 മണിക്ക് ലഘുഭക്ഷണം കഴിച്ചു. ബിരിയാണി എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ട സ്ഥലത്ത് അദ്ദേഹം ലഘുഭക്ഷണം കഴിച്ചു. അതാണ് ഈ കേരളത്തിൽ ഇപ്പം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായിട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യമന്ത്രി കാണിച്ചു കൊടുത്തൊരു പാതയുണ്ട് അവർക്ക്. ഒരു എന്താ പറയുക, പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോൾ, ഡിസാസ്റ്റർ വരുമ്പോൾ പട്ടിണി കടന്നുകൊണ്ട് മോദിക്ക് നേരെ താഴെ പഠിച്ചപ്പോൾ മോദി ഇലക്ഷൻ സമയത്ത് എന്താ ചെയ്യാറുള്ളത്? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം പോയിട്ടൊരു ഗുഹൻ്റെ ഉള്ളിൽ പോയിട്ട് ധ്യാനം ഇരിക്കും. അപ്പം അതേ ഒരു എന്താ പറയുക പിൻപാത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നുള്ള സാധനം പിണറായി വിജയനും കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാധനം വരുമ്പോൾ ആദ്യം ന്യൂയോർക്കിലോട്ട് പറക്കും. അവിടെ പോയി എന്നിട്ട് ഈ പറഞ്ഞ പോലെ പട്ടിണി കിടക്കും. എന്നിട്ട് പറയും ഞാനിവിടെ പട്ടിണിയാണ്, നിങ്ങളെ വിഷയം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഉപവാസത്തിന്റെ കുറെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വിഭവസമൃദ്ധമായ സദ്യക്ക് മുന്നിലിരുന്ന, അല്ലെങ്കിൽ സദ്യ അല്ല കേട്ടോ, ന്യൂയോർക്കിലെ ഭക്ഷണം വിരുന്നൊക്കെ വലിയ ഡിന്നറൊക്കെ നടത്തിയതിന്റെ ചിത്രങ്ങളൊക്കെ ഏതോ ഒരു മാമാമാധ്യമം എന്ന് പറഞ്ഞാല് കമ്മികൾക്കത് മാമാമാധ്യമാകും ചിലപ്പോ. BBC പോലെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. അതൊക്കെ ആണെന്ന് നമുക്ക് പറഞ്ഞ് സമാധാനിക്കാം തൽക്കാലം. അന്ന് അദ്ദേഹം കഴിച്ചതൊക്കെ ഇപ്പൊ ഗോവിന്ദമാഷ എല്ലാം കൂടെ വെക്കുന്നത് എയുടെ തലയിലാണല്ലോ, ഒരു പാവം പിടിച്ച എയുടെ തലയിൽ എല്ലാം കൂടെ വെക്കുന്നതുകൊണ്ട് അതൊക്കെ ആയിരുന്നു. അദ്ദേഹം ഉപവാസത്തിലായിരുന്നു. എന്തായാലും ഈ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കൊക്കെ മുന്നിൽ പറയാനായിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂള് വേണ്ടതുകൊണ്ട് ഇവരിത് തന്നെയാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അല്ലാണ്ട് മറ്റു കാര്യങ്ങൾ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യണം, ഒരുമിച്ച് നിൽക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ സർക്കാരിനൊപ്പം ഉണ്ട്, മുഖ്യനൊപ്പം ഉണ്ട്, എന്ത് വേണം ഇത് ചെയ്യാനുള്ള അത്തരം ഒരു നീക്കം ആരും നടത്തുന്നില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ എന്തായാലും ഒരുപാട് കമ്മികൾ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് സന്തോഷ് പണ്ഡിറ്റ്. അതെ, അദ്ദേഹത്തിന്റെ സിനിമയുടെ പേരിൽ. പക്ഷെ ആ പേരിലുള്ള പണ്ഡിറ്റ് ശരിക്കും പണ്ഡിറ്റ് ആണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പിന്നീട് വന്നിട്ടുള്ള ഓരോ ഇടപെടലുകളും, ഓരോ വിഷയങ്ങളും അദ്ദേഹം പറയുന്ന അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ആ സമയത്ത് മനഃപൂർവ്വമായിട്ട് ഇന്റൻഷനലി വാങ്ങിയ നെഗറ്റീവ് ഇമേജുകളായിരിക്കും അത്. ഇപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം സിനിമ ഇറങ്ങിയ സമയത്തും നെഗറ്റീവ് ഇമേജുകൾ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ അത് കണ്ടത് ട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പുള്ളി മുന്നോട്ട് വെച്ചൊരു സാധനം വിറ്റഴിഞ്ഞു. 4 പൈസയ്ക്ക് ഗുണമില്ലാത്ത സാധനം എന്ന് പറഞ്ഞ സിനിമകളൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു. ഏറ്റവും മോശം എന്ന് പറയുന്നത് കാണാനും ആളുകൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പണമായിരുന്നു ആ സമയത്ത് ആവശ്യമെങ്കിൽ അത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന് ബുദ്ധിക്കുറവാണെന്ന് അന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ നല്ല ബുദ്ധിയുള്ള ആൾ തന്നെയാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ വിഷയത്തിൽ സന്തോഷ് പണ്ഡിറ്റ് പങ്കുവച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ, നാട്ടിൽ ദുരന്തം നടക്കുമ്പോൾ മന്ത്രിമാർ നിരാഹാരം കിടക്കുന്ന ചരിത്രമില്ല. സംസ്ഥാനത്ത് കനത്ത മഴയും പ്രളയക്കെടുതിയും തുടരുന്നതിനിടയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പൊന്നാനിയിൽ ഒരു കുഞ്ഞു വിരുന്നിൽ പങ്കെടുത്തു, ലഘുഭക്ഷണം കഴിച്ചു. അന്നേ ദിവസം ഒരു ജ്വല്ലറി ഉദ്ഘാടനം നടത്തി. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ രാഷ്ട്രീയ വിവാദം കത്തുകയാണല്ലോ. എന്നാൽ ഈ വിവാദം തീർത്തും അനാവശ്യമെന്നേ ഞാൻ പറയും. അതിന്റെ കാരണങ്ങൾ കൂടി അദ്ദേഹം ക്ലിയർ ചെയ്യുന്നുണ്ട് ഇവിടെ. ഒന്നാമതായിട്ട് പറയുന്ന, മുഖ്യമന്ത്രിയാണെന്ന് കരുതി പ്രളയ സമാന സാഹചര്യത്തിൽ ലഘുവായി ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമാണ്. അത് പാടില്ലേ എന്ന് ചോദിച്ചാൽ, പിണറായി പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് സതീശനും പട്ടിണി കിടക്കണം. അങ്ങനെയാണെങ്കിൽ പിണറായി ന്യൂയോർക്കിൽ പോയി ശരിക്കും സതീശന് ന്യൂയോർക്കിൽ പോകണമായിരുന്നു. അതായിരിക്കാം ഒരുപക്ഷെ കമ്മികൾ പറയാൻ പോകുന്ന പാടില്ലേ. അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. മഴയും പ്രളയവും ഒക്കെ വരുന്നതിന് മുന്നേ ആ ഷോപ്പ് ഇനാഗ്രേഷൻ അദ്ദേഹം ഏറ്റെടുത്തതായിരിക്കാം. മീൻസ് അതുകൊണ്ട് അങ്ങനെ ഉദ്ഘാടനം നേരത്തെ ഏറ്റൊരു ഉദ്ഘാടനം ആ സമയത്ത് അദ്ദേഹം പോയി ചെയ്തു എന്നുള്ളതാണ്. പ്രളയം ഇപ്പൊ നേരത്തെ മുൻകൂട്ടി കാലാവസ്ഥ പ്രവചിച്ചിട്ടല്ല ഇപ്രാവശ്യത്തെ മഴക്കെടുതി വന്നത്. പെട്ടെന്നൊരു രാത്രി പെയ്ത് തോർന്നപ്പോൾ തന്നെ മൊത്തം മുങ്ങിപ്പോകുന്ന അവസ്ഥ ഇപ്രാവശ്യം നമ്മൾ കണ്ടത്. അത് ആദ്യത്തെ 2018 സമാനമായിട്ടുള്ളതൊന്നും അല്ല. അതിന്റെ 4-1 മാത്രമേ വന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും
ഏറ്റവും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയൊരു കാര്യമായിരിക്കാം എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഉദ്ഘാടിക്കാൻ പോയി, അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ പോയി ആ കാര്യം നിർവഹിച്ചതിൽ എന്താണ് തെറ്റ്? വാക്ക് പാലിക്കണ്ടേ? ഉറപ്പായിട്ടും ഒരു വലിയ ഒരു ചടങ്ങ് അറേഞ്ച് ചെയ്ത് മുഖ്യമന്ത്രി ഉദ്ഘാടകനായിട്ട് വരുന്നവർ മാസങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ ഡിക്ലെയർ ചെയ്ത കാര്യമായിരിക്കാം. ആ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി പോയതിൽ തെറ്റുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന കാര്യം, കഴിഞ്ഞ കേരള സംസ്ഥാന സർക്കാർ പ്രതിമാസം 80 ലക്ഷം രൂപ അടിസ്ഥാന വാടക നൽകിയാണ് VVIP യാത്രകൾക്ക് വേണ്ടി ഹെലികോപ്റ്റർ കരാറെടുത്തിരിക്കുന്നത്. നിലവിലെ മുഖ്യൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ആ വിമാനം ഉപയോഗിച്ചത് എന്താണ് ക്രിമിനൽ മിസ്റ്റേക്ക് ആണോ? ഈ 80 ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം 25 മണിക്കൂർ വരെ ഹെലികോപ്റ്റർ പറത്താം. പ്രതിമാസം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു അക്കാര്യം. ഈ ജൂലൈ അവസാനത്തിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ജൂലൈ മാസം തീരാറായി. 25 മണിക്കൂർ പറത്താനുള്ളത് എന്തായാലും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ആ വിഷയത്തിലാണ് പോയിട്ടുള്ളത് അദ്ദേഹം. അധിക തുക നിശ്ചിത 25 മണിക്കൂറിലും കൂടുതൽ പറക്കുന്ന ഓരോ മണിക്കൂറിനും അഡീഷണൽ തുകയാണ് വേറെ നൽകേണ്ടത്. ഈ 25 പറന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കരാർ പ്രകാരം മാസം 25 മണിക്കൂർ പറന്നില്ലെങ്കിലും അടിസ്ഥാന വാടകയായ 80 ലക്ഷം രൂപ പൂർണ്ണമായും നൽകണം. എങ്കിൽ അത്യാവശ്യ കാര്യത്തിന് അതൊന്നും ഉപയോഗിച്ചതിൽ എന്താണ് തെറ്റ്? ജനം വെള്ളത്തിലായപ്പോൾ മുഖ്യൻ വിരുന്ന് സൽക്കാരത്തിലും ജ്വല്ലറി ഉടമയുടെ സൽക്കാരത്തിലും എന്ന വിമർശനം ഉടൻ തന്നെ അവസാനിപ്പിക്കുക. അദ്ദേഹമല്ല പ്രളയം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രളയം എങ്ങനെയുണ്ടായി എന്നൊരു ചോദ്യം കൂടി വേണമെങ്കിൽ ചോദിക്കാം. ഡാം തുറന്നു വിട്ടുണ്ടാക്കിയ പ്രളയം എന്നൊക്കെ ചില ദോഷൈകതൃക്കുകൾ പറയുന്നു. അതെ, ദോഷൈകതൃക്കുകൾ പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തോ? അല്ലെങ്കിൽ ഈ ഒരു നിരാഹാരം വരുമ്പോൾ എല്ലാവരും മന്ത്രിമാരും നിരാഹാരം കിടക്കുന്ന ചരിത്രമൊന്നും നമുക്കില്ല. അദ്ദേഹം അല്ല പ്രളയം ഉണ്ടാക്കിയത്. ഉത്തരവാദിത്വത്തോടെ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, മോണിറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം തിരക്കേണ്ട സമയമാണ്. അതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പുമായിട്ട് ഈ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങുന്നവരാണ് യഥാർത്ഥത്തിൽ കഴുകന്മാരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മളെല്ലാവരും ഒരു കോമാളി കഥാപാത്രം മാത്രം കാണുന്ന സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മീൻസ് വളരെ പോയിന്റാണ്. അതൊരു തമാശ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കും. പക്ഷെ പറയേണ്ട കാര്യം പറയേണ്ടത് പോലെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളതും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ ചെയ്ത കാര്യത്തിൽ എങ്ങനെയൊക്കെ വിമർശിക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന് പറയാനുള്ള സാധനം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കോമാളി എന്നതിനപ്പുറം കാര്യങ്ങൾ കൃത്യമായി വീക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹം പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി പട്ടിണി അടക്കണം എന്നൊന്നും കാര്യത്തോട് ഞാനും യോജിക്കുന്നില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രളയ സമയത്ത് ന്യൂയോർക്കിൽ പോയിട്ട് പട്ടി അടന്നമാരൊന്നും VD സതീശൻ ചെയ്യണം എന്നുള്ള കാര്യത്തോട് എനിക്കും പൂർണ്ണമായിട്ടും ഒരു യോജിപ്പില്ല. എന്നാലും CPM നേതാക്കന്മാർ ഇത്തരത്തിലുള്ള പ്രസ്താവന വരുമ്പോൾ അവരാണ് ശരിക്കും നോക്കേണ്ടത്. ഏതാണ് സന്ദർഭം, എന്താണ് കേരളത്തിലെ നിലവിലെ അവസ്ഥ. അപ്പം അത്തരത്തിൽ അങ്ങനെ സന്ദർഭം വരുമ്പോൾ ഇത്തരത്തിലുള്ള ബാലിഷ്യമായ കാര്യങ്ങളാണോ പറയേണ്ടത് എന്ന് ഒന്നുകൂടി വിലയിരുത്തി പറയേണ്ടത് CPM എന്നാണ്. അതല്ലെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും നാളെയുടെ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചടിയായിട്ട് വരാൻ പോകുന്നത് അവർക്ക് തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്.